ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചിക്കനും കുമ്പളങ്ങയും കൂടിയും വെക്കുകയാണേ. എപ്പോഴും കുമ്പളങ്ങ ഒറ്റയ്ക്ക് മോര് കറി അല്ലെങ്കിൽ ഉപ്പിട്ട് വെക്കുക, അല്ലെങ്കിൽ വെറുതെ ചിക്കൻ ഒറ്റയ്ക്ക് വെക്കുക, അങ്ങനെയൊക്കെ അല്ലേ. ഇന്ന് കുമ്പളങ്ങയും ചിക്കനും കൂടിയും വെക്കാമെന്ന് കരുതി. പിന്നെ ചിക്കൻ കുറച്ചേ ഉള്ളൂ, എപ്പോഴേലും കൊണ്ടുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൂഡിൽസിക്കൊക്കെ ഇടാൻ വേണ്ടിയാണ്ട് എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ എന്നാൽ കുമ്പളങ്ങയും ചിക്കനും കൂടി ആകുമ്പോൾ എന്നാൽ അതൊരു കറിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ചിക്കൻ കുറച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ടുണ്ട്, ഇഞ്ചി ചതച്ചത് ഇട്ടു, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിടുകയാണ്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങൾ ആക്കി വയ്ക്കാം. കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരപ്പാൽ, ഒന്നാം പാലും വേണം, രണ്ടാം പാലും വേണം. അതിൽ രണ്ടാം പാലിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നാളികേരം ചിരകി കൊടുന്ന് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഒന്നാം പാൽ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ നാളികേരം മിക്സിയിൽ അരച്ചു കൊടുന്ന് രണ്ടാം പാലും പിഴിഞ്ഞെടുത്തു. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് തള വന്ന് ഇതായതിന് ശേഷം കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വന്നതിന് ശേഷം ഉള്ളിയിട്ടൊന്ന് വറുത്തെടുക്കുക. അതിന് വേണ്ടി ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കനും കുമ്പളങ്ങയും കറി റെഡി ആയിട്ടുണ്ട്. ചിക്കനും കുമ്പളങ്ങയും വെന്ത കറിയിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് തള വന്നാൽ വാങ്ങി വയ്ക്കാം. ഒന്നാം പാൽ ഒഴിച്ച് തള വന്നതിന് ശേഷം കറി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി മൂത്തിട്ടുണ്ട്, അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കറി കൂട്ടി ചോറ് കഴിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നുമില്ല, പപ്പടം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.